ഹലോ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഹേർബ് റൈസ് ബെഡ് ഉണ്ടാക്കി, എന്നിട്ട് നമ്മൾ നനച്ച് റെഡിയാക്കി ഇട്ടേക്കുവാണ്. പിന്നെ നമ്മൾ കുറച്ച് ഹേർബ്സ്, നമ്മുടെ ഹേർബ്സിൻ്റെ റൈസ് ബെഡ് ആയതുകൊണ്ട് നമ്മളൊന്ന് കുറച്ച് ഹേർബ്സ് നടുവാണ്. അപ്പോൾ ഇവിടുത്തെ ഫോൾ ടെമ്പറേച്ചറിനനുസരിച്ചുള്ള ഹേർബ്സാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് നമ്മൾ ട്രാൻസ്പ്ലാന്റ്സ് ആണ് നടുന്നത്. നമ്മൾ സീഡ് നേരിട്ട് നടുന്നതിന് മുൻപ് ഞാൻ ഈ ബെഡിൽ ട്രാൻസ്പ്ലാന്റ്സ് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നഴ്സറിയിൽ പോയി കുറച്ച് ഹേർബ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹേർബ്സ്. പലതരം ഹേർബ്സ് നമ്മുടെ ആസ് ഐ സെഡ് earlier, നമുക്ക് നമ്മുടെ ഫാമിലിക്ക് ഇഷ്ടമുള്ളതാണല്ലോ നമ്മൾ നടേണ്ടത്, കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളതാണല്ലോ അത്. അപ്പോൾ നമ്മുടെ ഫാമിലി ഫേവറേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് പതുക്കെ നടാം. ഓക്കെ, നമുക്ക് തൈം എന്ന് പറഞ്ഞ ഹേർബ് നടാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്? നമ്മുടെ നഴ്സറിയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതിൽ നിന്ന് പതുക്കെ എടുക്കുക, എന്നിട്ട് നമ്മളത് പതുക്കെ നടും. നമ്മൾ പതുക്കെ ഇത് നഴ്സറി പോട്ടിൽ നിന്ന് എടുക്കുക, എന്നിട്ട് നമ്മുടെ സോയിൽ നല്ല നനഞ്ഞ് കിടക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ടാണ് ഞാൻ നടുന്നത്. അപ്പോൾ ഇതിൻ്റെ നഴ്സറി പോട്ടിൽ എങ്ങനെയാണോ നടുന്നത് അതനുസരിച്ച് നമുക്ക് നടാം. അപ്പോൾ അധികം റൂട്ടിനെ ഡാമേജ് ചെയ്യാതെ ഇതിന് പറ്റിയ ഹോൾ എടുക്കുക. അതിന് പറ്റിയൊരു കുഴി എടുത്തിട്ട് ഇതിനകത്തേക്ക് വെക്കുക. മിനിമം ഡാമേജ് നമ്മൾ കോസ് ചെയ്യാൻ പാടുള്ളൂ ഈ റൂട്ടിന്. അപ്പോൾ നമ്മളങ്ങനെ പതുക്കെ ഇങ്ങനെ ഒരു 5 പഞ്ചായിട്ട് എടുത്തിട്ട് ഒരു കുഴിയിലേക്ക് ഇങ്ങനെ വെച്ച്, എന്നിട്ട് നമ്മൾ സോയിലിട്ട് അത് റെഡിയാക്കും. മൂടി കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇനി അടുത്തത് നമുക്ക് നമ്മൾ സേജ് എന്ന് പറയുന്ന ഒരു ഹേർബാണ്. അപ്പോൾ സേജ് പതുക്കെ ഇങ്ങനെ ആ നഴ്സറി പോട്ടിൽ നിന്ന് എടുത്ത്, നഴ്സറി പോട്ടിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ താഴെ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ റൂട്ട് എൻസർക്കിൾ ചെയ്തിരിക്കുവാണെങ്കിൽ അത് പിടിക്കില്ല. അപ്പം നമ്മളിങ്ങനെ ഒന്ന് ലൂസൻ ചെയ്ത് കൊടുത്തിട്ട് റൂട്ട് സിസ്റ്റം ഒന്ന് ലൂസൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹോള് ഡിഗ് ചെയ്യണം. അതിൻ്റെ സൈസിലെ ഹോള്, എന്നിട്ടത് പതുക്കെ അതിൻ്റെ അകത്തേക്ക് വെക്കുക. എന്നിട്ട് നമ്മളത് മൂടുക. അത് നമ്മുടെ സേജ്. നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഇതൊക്കെ ട്രാൻസ്പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഓൾറെഡി അതിൻ്റെ റൂട്ടൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഇനി നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗാർഡൻ ബെഡിൽ അത് പിടിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേസിൽ എന്ന് പറഞ്ഞ ചെടിയാണ്. ബേസിൽ ഇപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് വലുതും ചെറുതുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിൽ പതുക്കെ ഹോളും ഇങ്ങനെ ചെറിയ ഹോളെടുക്കുക. ഇങ്ങനെ പതുക്കെ അതിൻ്റെ റൂട്ട് ഇട്ടിട്ട് നട്ടു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബേസിൽ നട്ടു. ഇനി നമ്മൾ മിൻറ്റ് ഉണ്ട്. അപ്പോൾ മിൻറ്റ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നല്ലൊരു
ഹോൾ എടുക്കുക, എന്നിട്ട് മിൻറ്റ് ഇങ്ങനെ വയ്ക്കുക. മേക്ക് ഷുവർ നന്നായിട്ട് ഇൻടാക്റ്റായിട്ട് ഇരിക്കണം. എന്നിട്ട് നമ്മൾ ആ സോണിൽ ഇട്ട് കൊടുക്കുക. മിൻറ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊരു എൻ്റെ ഫേവറേറ്റാണത് റോസ്മേരി. റോസ്മേരി ട്രാൻസ്പ്ലാന്റിൽ നിന്ന് പിടിക്കാനാണ് സുഖം, സീഡിൽ നിന്ന് പിടിക്കാൻ ഭയങ്കര പാടാന്നാണ് പറയുന്നത്. നമ്മളെന്നാലും സീഡ് നട്ട് നോക്കും, പക്ഷെ ഇപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ആണല്ലോ നടുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ റോസ്മേരി നട്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാഴ്സ്ലിയാണ്. പാഴ്സ്ലി ഈസ് ഓൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ്. പാഴ്സ്ലി നല്ല ഹോൾ എടുക്കുക, ഹോളിലേക്ക് വെക്കുക, സോയിലിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ പാഴ്സ്ലി. ഇനി നമ്മുടെ സിലാൻഡ്രോ നമ്മുടെ നാട്ടിലെ മല്ലിച്ചീര. സിലാൻഡ്രോ നടുക. അങ്ങനെ നമ്മുടെ ഹെർബ് ഗാർഡൻ. അങ്ങനെ നമ്മുടെ ഹെർബ് ഗാർഡൻ ബെഡ് നമ്മൾ സെറ്റ് ചെയ്തു. സോ നമ്മൾ മിൻറ്റ് നട്ടു, സേജ് എന്ന് പറയുന്നത് നട്ടു, റോസ്മേരി നട്ടു, ബേസിൽ നട്ടു, പിന്നെയും ഒരു സേജിൻ്റെ പഞ്ചും കൂടി നട്ടു, പാഴ്സ്ലി, സിലാൻഡ്രോ, ടാർഗൺ. ഇത്രയാണ് നമ്മൾ നട്ടത്. സോ ഇനിയിപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ദെൻ ഒരു 7 days നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം ഇതിൻ്റെ റൂട്ട് നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തെന്ന്. നമ്മൾ നാളെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഓർഗാനിക് വാട്ടർ സോളബിൾ ഫെർട്ടിലൈസർ ഇതിനൊഴിച്ച് കൊടുക്കും. സോ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് ഓൾ ദ ന്യൂട്രിയൻസ് ഇറ്റ് നീഡ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു പ്രോജക്റ്റ്. Hope you enjoyed it. I really enjoyed planting all these herbs. ഇനി നമുക്കൊരു ഇതേപോലത്തെ ഒരെണ്ണം നമ്മുടെ കിച്ചൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാക്കണമെന്നുണ്ട്. സോ ആദ്യം നമ്മളിതൊന്ന് പിടിക്കാൻ നോക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് നമ്മൾ ചെയ്തെങ്കിൽ അതിൽ നിന്ന് ലേൺ ചെയ്ത് വിൽ ഗ്രോ our new herb garden. Okay, see you in the next video. Bye.